ഈ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ കേവോൻ്റെയും എറിക്സിയുടെയും ക്ലാസ് കാണിച്ചുകൊണ്ടാണ്. എന്നത്തെയും പോലെ എറിക്സി ലേറ്റ് ആയിക്കൊണ്ടാണ് വരുന്നത്. അവൾ പമ്മി പമ്മി വന്ന് കേവോൻ്റെ അടുത്ത് വരും. കേവോ നീങ്ങിത്താ. എന്നാൽ അവന് വല്ലാതെ മൈൻഡൊന്നും ചെയ്യുന്നില്ല. പക്ഷേ വേവെ പറ്റിക്കാണെന്നാണല്ലോ കേവോ വിചാരിച്ചിരിക്കുന്നത്. അതിൻ്റെ ദേഷ്യമാണ് കേവോ ഇപ്പോൾ എറിക്സിയോട് കാണിക്കുന്നത്. അവൾക്ക് അവൻ്റെ സ്വഭാവമാറ്റൊന്നും മനസ്സിലാകാതെ എന്നാൽ നീ മാറിത്താ, ഞാൻ ഉള്ളിലോട്ടിരിക്കട്ടെ. അതും അവൻ കേൾക്കാത്ത പോലെ ഇരിക്കുകയാണ്. അതിൽ അവൾ ഇതെന്താ ഇവൻക്കിതെന്താ പറ്റിയത് എന്ന് മനസ്സിൽ വിചാരിക്കും. നീ കേൾക്കാത്ത പോലെ ഇരിക്കണ്ടട്ടോ, നിനക്ക് വേവേൻ്റെ കാര്യത്തിൽ എൻ്റെ ഹെൽപ്പ് വേണമെങ്കിൽ മാറിത്താ. അതിൽ അവൻ ദേഷ്യപ്പെടും. ഒന്ന് മിണ്ടാതിരിക്കോ. മിണ്ടാതിരിക്കാനോ? നീ തന്നെയല്ലേ എൻ്റെ ഹെൽപ്പ് വേണമെന്നും പറഞ്ഞ് എൻ്റെ പിന്നാലെ നടന്നത്, എന്നിട്ട് എന്നോട് മിണ്ടാതിരിക്കാനോ? അവരെ ബഹളം വീണ്ടും സാറ് കേട്ട് എന്നിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് അവരോട് എഴുന്നേറ്റ് നിൽക്കാൻ പറയും. അതിൽ അവർ ഞെട്ടിക്കൊണ്ട്. എന്നാൽ എറിക്സി മെല്ലെ ബാക്കിലോട്ട് ഇരുന്നിട്ട് സാറ് നിന്നോടാണ് പറഞ്ഞത്, എന്നോടൊന്നുമല്ല നിന്നോടാ എന്നും പറഞ്ഞ് അവനും മാറിയിരിക്കും. അവർ എഴുന്നേൽക്കാത്തത് കണ്ട് സാറ് എന്താ നിങ്ങൾക്ക് ചെവി കേൾക്കില്ലേ? ബോത്ത് ഓഫ് യു സ്റ്റാൻഡ് അപ്പ്. അതിൽ അവർ എഴുന്നേറ്റ് നിൽക്കും. എല്ലാ ക്ലാസ്സിലും നിങ്ങൾക്ക് ഇത് തന്നെയാണോ പണി? ഞാനിവിടെ സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്, അതിൻ്റെ ഇടയിൽ നിങ്ങൾ കളിക്കുകയാണ്. നിങ്ങളെന്താ എന്നെ കളിയാക്കുകയാണോ? അതിൽ എറിക്സി പറയും, അങ്ങനല്ല സാർ, ഞാൻ എനിക്കൊരു സീറ്റ് ചോദിച്ചതാണ് അവനോട്. സീറ്റോ? നീ 20 മിനിറ്റ് ലേറ്റ് ആയിക്കൊണ്ടാണ് ക്ലാസ്സിലോട്ട് വരുന്നത്. നിനക്ക് നാണമില്ല എന്നോടതൊക്കെ പറയാൻ? നിങ്ങളിവിടെ ബാക്കി കുട്ടികളുടെയും കൂടെ വിലപ്പെട്ട സമയമാണ് ഇവിടെ നഷ്ടപ്പെടുത്തുന്നത്. ഇനി മേലാൽ ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. അതൊക്കെ കേട്ട് എറിക്സി സോറി സാർ. പിന്നെ ഞാനിവിടെ ഒരു ഡോക്യുമെൻ്ററിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലല്ലോ അല്ലേ? എന്തായാലും അതിൻ്റെ ചാർജ് ഞാൻ നിങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. അത് കേട്ട് എല്ലാവരും കൈയടിച്ച് പാസ്സാക്കും. എന്നാൽ എറിക്സിക്കും കേവോക്കും ആകെ ചടച്ച്. അവരങ്ങനെ പരസ്പരം നോക്കി ദേഷ്യം കാണിക്കുകയാണ്. അങ്ങനെ അവർ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റിൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഡോക്യുമെൻ്ററിക്കും വേണ്ടി. എറിക്സി സ്റ്റാൻഡൊക്കെ പിടിച്ച് അവൻ്റെ പിന്നാലെ നടക്കുകയാണ്. അവൾ ആകെ ടയേർഡായിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഒരുപാട് ഷൂട്ട് ചെയ്തില്ലേ, ഇനി മതി, നിർത്തല്ലേ? നോ, കഴിഞ്ഞിട്ടില്ല, നമ്മൾ ഇൻ്റർവ്യൂ ഒന്നും എടുത്തിട്ടില്ല, അതും കൂടെ എടുക്കാനുണ്ട്. അതിൽ അവൾ പറയും, ഇനിയും ഫുഡ് കഴിക്കാൻ നേരം വൈകിയാൽ ക്യാൻറ്റീനിലെ ഫുഡൊക്കെ തീരും. അത് കേട്ട് അവൻ പുച്ഛിച്ചുകൊണ്ട് നിനക്ക് വെറും ഫുഡിൻ്റെ വിചാരം മാത്രമുള്ളല്ലേ എന്നും പറഞ്ഞ് അവന് പോകും. അതിൽ അവൾ പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് പിന്നാലെ ഓടും. അവൾ അങ്ങനെ ആ ട്രൈപോഡും പിടിച്ച് അവൻ്റെ പിന്നാലെ നടക്കുകയാണ്. അതിൽ അവൾ അത് അവിടെ വെച്ചിട്ട് പറയും, ഇനി മതി, ഇനി ഇത് പറ്റില്ല, ഇതിൽ ഒരു ജസ്റ്റിസും ഇല്ല. ഞാൻ ഈ വെയിറ്റുമുള്ള സാധനം തൂക്കി നിൻ്റെ പിന്നാലെ ഓടണം. നിനക്ക് വെറും ഒരു ചെറിയ ക്യാമറ. അതിൽ കേവോ പറയും, നീ എന്നല്ലേ എന്നോട് പറഞ്ഞത് ഷൂട്ട് ചെയ്യുന്ന ആളാകാൻ, അപ്പോൾ നീ തന്നെ ഇതും പിടിച്ച് എൻ്റെ അസിസ്റ്റൻ്റ് ആകണം. അതിൽ അവൾ ദേഷ്യപ്പെട്ടുകൊണ്ട് സ്റ്റോർ റൂമിൽ ഒരുപാട് ചെറിയ ട്രൈപോഡ്സ് ഉണ്ടായിരുന്നല്ലോ, എന്നിട്ടും നീ എന്നെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല ഈ വലുത് തന്നെ നോക്കിയെടുത്തത്. ഞാൻ ഇനി ഇതും ഏറ്റി നടക്കൂല എന്നും പറഞ്ഞ് അവൾ സമരത്തിലാണ്. എന്നാൽ നീ ഒരു കാര്യം ചെയ്യേ, നീ ഇത് ഷൂട്ട് ചെയ്യൂ എന്നും പറഞ്ഞ് അവൾക്ക് നേരെ ക്യാമറ നീട്ടും. അതിൽ അവൾ പെട്ടെന്ന് എനിക്ക് വയറു വേദനിക്കുന്നേ എന്നും പറഞ്ഞ് അഭിനയിക്കാൻ തുടങ്ങും. എനിക്ക് വിശന്നിട്ട് വയ്യ, നീ ഒരുത്തി കാരണമാണ് എനിക്ക് ഈ അവസ്ഥ തന്നെ വന്നത്. ഏത് നേരത്താണാവോ നിന്നോടൊക്കെ കമ്പനി കൂടാൻ തോന്നിയത്? അതിൽ അവൾ ദേഷ്യപ്പെട്ടുകൊണ്ട് നീ എന്താ പറഞ്ഞത്? ദാ അങ്ങോട്ട് പോകാം, അവിടെ കുറച്ച് കുട്ടികളുണ്ട്, നമുക്ക് അവരെ തന്നെ ഇൻ്റർവ്യൂ ചെയ്യാം. വേഗം വാ, ആ ട്രൈപോഡും ഏറ്റി എന്നും പറഞ്ഞ് അവന് പോകും. അവൾക്ക് ദേഷ്യം പിടിച്ച് അവൾ കേവോനെ അടിക്കാനൊക്കെ ഓങ്ങുന്നുണ്ട്. എന്നിട്ട് നിവൃത്തിയുമില്ലാതെ അവൻ്റെ പിന്നാലെ പോകും. അതും താങ്ങി പിടിച്ച് വേച്ച് നടക്കുകയാണ്. ആദ്യം നമുക്ക് ഇതിവിടെ വെച്ച് ഫോക്കസ് റെഡിയാക്കണം. നീ ഒന്ന് അവിടെ പോയി നിന്നാ, ഞാൻ ഇതൊന്ന് റെഡിയാക്കട്ടെ. ഞാനോ? ഞാൻ വെറും അസിസ്റ്റൻ്റാണ്, അല്ലാതെ നിൻ്റെ മോഡലൊന്നുമല്ല എന്നും പറഞ്ഞ് അവൾ പോകാതെ മടിച്ച് നിൽക്കുകയാണ്. അതിൽ അവൻ എറിക്സിയെ ഉന്തി അങ്ങോട്ട് കൊണ്ടാക്കും. അത്രയ്ക്ക് മടിയാണെങ്കിൽ നീ തിരിഞ്ഞു നിൽക്കണ്ട, നിൻ്റെ ബാക്ക് മാത്രം നോക്കി ഞാൻ ഫോക്കസ് ചെയ്തോളാം. എന്നിട്ട് അവൻ ക്യാമറയിലൂടെ നോക്കുകയാണ്. അതിൽ അവളെ നൃത്തം കണ്ടിട്ട് കേവോക്ക് എറിക്സിയെ ഭയങ്കര സുന്ദരിയായി തോന്നും. അവൻ അതിലൂടെ അവളെയും നോക്കി നിൽക്കുകയാണ്. അവൾ അങ്ങനെ കുറച്ച് നേരം നിന്ന് ഇവനാണെങ്കിൽ ഒന്നും പറയാതെ നോക്കി നിൽക്കുകയാണ്. എന്താ റെഡി ആയില്ലേ? കുറേ നേരമായല്ലോ ഇത്. അതിൽ അവൻ ഞെട്ടി എഴുന്നേറ്റുകൊണ്ട് കഴിഞ്ഞു പോരെ. ഇവിടെ വേവയും നെയ്യും കയ്യും പിടിച്ച് ലൈബ്രറിയിലൂടെ നടക്കുകയാണ്. അതിൽ നെയ് ചോദിക്കും, നിനക്ക് എന്ത് ബുക്സാണ് വേണ്ടത്? കമ്പ്യൂട്ടർ പ്രോഗ്രാമിൻ്റെ ബുക്ക്, സമ്മർ വെക്കേഷനിൽ പഠിക്കാനാണ്. അതിൽ അവൻ ബുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പോകും. അവൾ സങ്കടത്തോടെ അവനെ നോക്കിയിട്ട് 2 മാസം സമ്മർ വെക്കേഷനാണ് വരാൻ പോകുന്നത്, അതുവരെ നെയ്നെ കാണാൻ പറ്റില്ലല്ലോ. അങ്ങനെ അവളും ബുക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവനൊരു ബുക്ക് സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന് അവൾക്ക് കൊടുക്കും. അയ്യോ ഇതൊന്നും വേണ്ട, ഇതൊക്കെ ഭയങ്കര കട്ടി സിലബസാണ്, നീ നിൻ്റെ ലെവലിലുള്ള ബുക്കൊന്നും എനിക്ക് സെലക്ട് ചെയ്യേണ്ട. അത് സാരമില്ല, ഞാൻ നിനക്ക് വെക്കേഷൻ ടൈമിൽ പഠിപ്പിച്ചു തരാം ഇൻ്റർനെറ്റിലൂടെ. അത് കേട്ട് അവൾ സന്തോഷം കൊണ്ട് ചിരിക്കും. എറിക്സിയും കേവോയും ഇവിടെ ഗ്രാജുവേറ്റായി പോകുന്ന ഓരോരുത്തരെയും ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് വേവയും നെയ്യും ലൈബ്രറിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് എറിക്സി കാണുന്നത്. അതിൽ എറിക്സി കൈ വീശിക്കൊണ്ട് അവരെ വിളിക്കും. അത് കണ്ട് കേവോയും നോക്കും.
വേവയും നെയ്യും ഒരുമിച്ച് വരുന്നത് കണ്ട് കേവോക്ക് ദേഷ്യം വരും. അതിൽ കേവോ പറയും, എറിക്സി ഇൻ്റർവ്യൂ കഴിഞ്ഞ് ട്രൈപോഡ് എടുത്തോ, നമുക്ക് പോകാം. പക്ഷെ അവൾ അതൊന്നും കേൾക്കാതെ വേവേ ഇങ്ങോട്ട് വാ എന്നും വിളിച്ചു കൂവുകയാണ്. അതിൽ വേവേ ഇവരെ കണ്ട് ഇവരടുത്തോട്ട് വരും. കേവോക്ക് അത് കണ്ട് ദേഷ്യം പിടിച്ച്, എറിക്സി നീ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ, വരാനാ നിന്നോട് പറഞ്ഞത്. അതിൽ എറിക്സി, ഓ ഒരു മിനിറ്റ്, നമുക്ക് അവരെയും കൂടെ ഇൻ്റർവ്യൂ ചെയ്യാം. ഡിപ്പാർട്ട്മെൻറ്റ് ബെല്ലയും ക്യാമ്പസിലെ സുന്ദരനും, അവരെ ലവ് സ്റ്റോറി കൂടെ ആഡ് ചെയ്യാം. അവർ നമ്മുടെ വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടാൽ ഈ ഡോക്യുമെൻ്ററി സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാകും. എന്നിട്ട് അവൾ തുള്ളി കളിക്കുകയാണ്. അതിൽ അവൻ പറയും, ഈ ഡോക്യുമെൻ്ററി അത്രയ്ക്ക് സൂപ്പർ ഹിറ്റൊന്നാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലോ. അതിൽ എറിക്സിക്ക് കേവോൻ്റെ ദേഷ്യത്തിൻ്റെ കാരണം പിടികിട്ടി. എന്നിട്ട് പറയും, എൻ്റെ പൊന്ന് കേവോ, നീ പേഴ്സണൽ ഫീലിങ്സ് ഒക്കെ വെച്ച് വൈരാഗ്യം കാണിച്ചാൽ അത് നമ്മുടെ വർക്കിനെ ബാധിക്കൂലേ. നീ ഒന്ന് മിണ്ടാതിരുന്നാൽ മതി. അതിൽ കേവോ ദേഷ്യം പിടിച്ച് തിരിഞ്ഞു നിൽക്കും. എറിക്സി ആണെങ്കിൽ അവരുടെ അടുത്തോട്ട് ഓടിപ്പോകും. എന്നിട്ടേ, ഞാൻ നിങ്ങളെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്തോട്ടെ, വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതി, ഗ്രാജുവേഷനെ പറ്റിയോ വർക്ക്സിനെ പറ്റിയോ അങ്ങനെ എന്തെങ്കിലും. എന്നിട്ട് അവൾ കുറച്ച് ചമ്മലോടുകൂടി പറയും, പിന്നെ നിങ്ങൾ കുറച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി കൂടെ പറഞ്ഞാൽ നന്നായിരിക്കും. എറിക്സി നിനക്കറിയാലോ എനിക്ക് അങ്ങനെ ഒന്നും പറയാൻ അറിയില്ല എന്ന്. അതിൽ എറിക്സി കെഞ്ചിക്കൊണ്ട് പറയും, വേവേ ഈ ഡോക്യുമെൻ്ററി എൻ്റെ ഇൻ്റേണൽ മാർക്സിനെ ബാധിക്കും, എനിക്കാണെങ്കിൽ തീരെ മാർക്കുമില്ല, നീ ഒന്ന് എന്നെ സഹായിക്ക്. അത് കേട്ട് വേവേ നെയ്നെ നോക്കും. അതിൽ അവൻ ഓക്കെ എന്നും പറഞ്ഞ് സമ്മതിക്കും. അത് കേട്ട് എറിക്സി തുള്ളിച്ചാടും. എന്നിട്ടേ, കേവോ ക്യാമറ റെഡിയാക്ക്, ഇവർ സമ്മതിച്ച്. അതിൽ അവൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവിടെ തന്നെ നിൽക്കും. അത് കണ്ട് അവൾ കേവോ എന്നും പറഞ്ഞ് അവൾ അവൻ്റെ അടുത്തോട്ട് ഓടിപ്പോയി അവൾ തന്നെ ക്യാമറ റെഡിയാക്കാൻ നോക്കുകയാണ്. പക്ഷെ അവൾക്ക് അതിൻ്റെ സെറ്റിങ്സ് ഒന്നും അറിയില്ല. അതിൽ എറിക്സി സ്വകാര്യമായി കേവോനോട് ചോദിക്കും, കേവോ ഇതിൻ്റെ റെക്കോർഡിംഗ് ബട്ടൺ എവിടെയാണ്? അവൻ ദേഷ്യത്തോടെ, എനിക്കറിയില്ല, പോയി നോക്ക്. അത് കേട്ട് എറിക്സി ഒന്നും സംഭവിക്കാത്തതുപോലെ വേവേനോട്, സോറി ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ ഇതൊന്ന് റെഡിയാക്കട്ടെ എന്നും പറഞ്ഞ് അവൾ എന്തൊക്കെയോ ബട്ടൺ പിടിച്ച് നിൽക്കും. ഓ മൈ ഗോഡ്, എല്ലാം പോയോ? അതിൽ കേവോ ഓടി വന്ന് റെഡിയാക്കി കൊടുക്കും, ഇല്ലെങ്കിൽ അവൾ ഉള്ളതും കളയും എന്ന് പേടിച്ച്. എറിക്സി ഹാപ്പിയായി. വേവേ തുടങ്ങിക്കോ. കേവോക്കാണെങ്കിൽ അതൊക്കെ കണ്ട് സഹിക്കുന്നില്ല. ഞാനോ? നീ നെയ്നോട് ചോദിക്ക്, നീ പറഞ്ഞാൽ മതി, ഒന്നുമില്ലെങ്കിലും നീ അവൻ്റെ ഗേൾ ഫ്രണ്ട് അല്ലേ. എന്നാൽ നീ ഒരു കാര്യം ചെയ്യേ, നെയ് ഗ്രാജുവേറ്റ് ആയി പോകല്ലേ ക്യാമ്പസിൽ നിന്ന്, അപ്പോൾ അതിനെ പറ്റിയുള്ള നിൻ്റെ ഫീലിങ്സ് ഒക്കെ ഷെയർ ചെയ്തോ. അവൻ പോയെന്ന് വെച്ച് എനിക്ക് പ്രത്യേകിച്ചൊരു ഫീലിങ്സുമില്ല, അവൻ ഇവിടെ തന്നെ ഉള്ള ആളല്ലേ, ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാമല്ലോ. എന്നാൽ നീ അവനോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എങ്കിലും പറ. അതൊക്കെ കേട്ടിട്ട് കേവോക്ക് സഹിക്കുന്നതിലും അപ്പുറമായി. അതിൽ അവൻ ദേഷ്യം പിടിച്ച് ക്യാമറയും ഊരിക്കൊണ്ട് ഒറ്റപ്പോക്ക്. അതിൽ എറിക്സിയൊക്കെ അന്തം വിട്ട് നിൽക്കുകയാണ്. വേവേ നെയ് സോറി, പിന്നെ കാണാട്ടോ എന്നും പറഞ്ഞ് ട്രൈപോഡും എടുത്ത് എറിക്സി അവൻ്റെ പിന്നാലെ ഓടും. അതൊക്കെ കണ്ട് നെയ് ചോദിക്കും, നിന്നെ അവൻക്ക് അറിയോ? അറിയും, അവൻ ഒരിക്കൽ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്നു. അത് കേട്ട് അവൻ ചിരിക്കും. ഇന്നത്തെ ഒരു ദിവസം മുഴുവൻ വർക്ക് ചെയ്തിട്ട് എറിക്സിയും കേവോയും ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നപ്പോൾ എറിക്സി ആർത്തിയോടെ ഒരുപാട് നോൺ വെജ് ഐറ്റംസ് ഓർഡർ ചെയ്യും. അത് കണ്ട് കേവോ ചോദിക്കും, ഒരു വെജ് ഐറ്റംസ് പോലും വേണ്ടേ? അതിൽ, നീ എന്നെക്കൊണ്ട് ഇത്ര നേരം ഈ വെയിറ്റുള്ള സാധനം മുഴുവൻ പിടിപ്പിച്ചിട്ട് ഞാൻ ഇനി വെജ് ഐറ്റംസ് കൂടെ വാങ്ങിക്കണമല്ലേ? നോ വേ. എന്നാൽ അവനൊരു സൂപ്പ് മാത്രം ഓർഡർ ചെയ്തിട്ട് എനിക്കിത് മതി. അത് കണ്ട് എറിക്സി പറയും, നീ എന്തൊരു ബോറനാടോ. അത് കേട്ട് അവൻ, ഞാൻ എനിക്കുള്ളതല്ലേ ഓർഡർ ചെയ്തത്, നീ എന്ത് വേണമെങ്കിലും ഓർഡർ ചെയ്തോ, ബില്ല് നീ കൊടുത്താൽ മതി. അതിൽ അവൾ ദേഷ്യം പിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നിന്നെക്കൊണ്ടാരാ ഇപ്പോൾ ബില്ലൊക്കെ കൊടുപ്പിക്കുന്നത്? അവൾ ആ ദേഷ്യത്തിൽ വീണ്ടും ഐറ്റംസ് ഓർഡർ ചെയ്യും. അത് കണ്ട് അവൻ ചിരിക്കുകയാണ്. ഫുഡൊക്കെ വന്ന് എറിക്സി വെട്ടി വിഴുങ്ങാണ്. കേവോ ഇന്നെടുത്ത വീഡിയോസൊക്കെ ഒന്ന് കാണുകയാണ്. അതിൽ വേവേൻ്റെ പാർട്ട് വരും. അത് കേട്ട് എറിക്സി പറയും, വേവേൻ്റെതല്ലേ അത്, ഞാനൊന്ന് നോക്കട്ടെ. എന്നാൽ അവൻ അത് ഡിലീറ്റ് ചെയ്യാണ്. അത് കണ്ട് എറിക്സി ഷോക്കായി, നീ എന്താ ഈ കാണിക്കുന്നത്? ഞാനത് ഡിലീറ്റ് ചെയ്യാണ്, തീരെ ക്ലിയർ ഇല്ല, പിന്നെ ബാക്കി എടുക്കാനുള്ള സ്റ്റോറേജും ഇതിൽ കുറവാണ്, അപ്പോൾ വേണ്ടാത്തതൊക്കെ ക്ലിയർ ചെയ്യാണ്. അതിൽ എറിക്സിക്ക് ദേഷ്യം വന്ന് അവൾ ചെയറിൽ നിന്നൊക്കെ എഴുന്നേറ്റ്, അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റൂല, എനിക്ക് വേണം, ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് അത് തട്ടിപ്പറിക്കാൻ നോക്കുകയാണ്. അതിൽ ക്യാമറ വീണ് ദാ കിടക്കുന്നു കേവോ ഓർഡർ ചെയ്ത സൂപ്പിൽ. അത് കണ്ട് കേവോക്ക് ദേഷ്യം വന്ന്, ഇപ്പോൾ സമാധാനമായോ? എന്നിട്ട് അവൻ അത് എടുത്ത് വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് തുടക്കുകയാണ്. അതിൽ എറിക്സി പറയും, അതെൻ്റെ തെറ്റല്ല, നീയല്ലേ എനിക്ക് ക്യാമറ നോക്കാൻ തരാഞ്ഞത്. എന്നിട്ട് അവൾ ചെയറിൽ ഇരുന്ന് ഒരു സമാധാനത്തോടെ ചോദിക്കും, ഇനി ക്യാമറ എങ്ങാനും കേടുവന്നാൽ എന്താ ചെയ്യാം? എന്ത് ചെയ്യാൻ? ഈ ക്യാമറയ്ക്ക് അറ്റ്ലീസ്റ്റ് ഒരു 40,000 രൂപയെങ്കിലും ഉണ്ടാകും, നീ ക്യാഷ് തരണം. അത് കേട്ട് അവൾ ഞെട്ടി ചാടി എഴുന്നേറ്റ്, ഞാനോ? എൻ്റെ അടുത്ത് ക്യാഷ് ഒന്നുമില്ല, ഞാനെന്തിന് പൈസ തരണം? നീയല്ലേ ക്യാമറ പിടിച്ച് വലിച്ച് താഴെയിട്ടത്? ശരിയാ, പക്ഷെ നീ ഓർഡർ ചെയ്ത സൂപ്പിലോട്ടാണ് വീണത്, അപ്പോൾ നിനക്കും അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അവളുടെ ഉണക്ക എക്സ്ക്യൂസ് കേട്ടിട്ട്, എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, ക്യാഷ് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം, മതിയോ? അതിൽ അവൾക്ക് കുറച്ചൊക്കെ സമാധാനമായി ചെയറിലിരിക്കും. എന്നിട്ട് പറയും, എന്നാലും എൻ്റെ അടുത്ത് ക്യാഷ് ഇല്ല. എന്നിട്ട് അവൾ ക്യാമറ ഒക്കെ എടുത്ത് ഒന്ന് നോക്കുകയാണ്. ഇത് ജസ്റ്റ് നനഞ്ഞിട്ടുള്ളൂ, നാളെ ഒന്ന് ഉണക്കിയെടുത്താൽ റെഡിയാകും.
എന്നും പറഞ്ഞ് അവൾ ക്യാമറ ഓണാക്കും. അതിലവന് ഷോക്ക് ആയിക്കൊണ്ട് അത് ഓണാക്കല്ലേ എന്ന് പറയും. പക്ഷെ അപ്പോഴേക്കും അവൾ അത് ഓണാക്കി കഴിഞ്ഞ്. ഓ ക്യാമറ ശരിയായി, ഞാനിത് റെഡിയാക്കി എന്നും പറഞ്ഞ് തുള്ളി കളിക്കുന്നതിൻ്റെ ഇടയിൽ അത് വീണ്ടും ഓഫാകും. അത് കണ്ട് എറിക്സി പേടിച്ചോണ്ട് ഇതെന്താ ഇതിന് പറ്റിയത് എന്നും പറഞ്ഞ് അവൾ പേടിച്ചോണ്ട് അവൻക്ക് വെച്ചു കൊടുക്കും. നീ ഇത്രയ്ക്കും മണ്ടിയാണോ എറിക്സി? അത് ഓണാക്കാൻ പാടില്ല എന്ന് പോലും നിനക്കറിയില്ലേ? ഇപ്പോൾ ഏതായാലും കംപ്ലീറ്റായി കേട് വന്നിട്ടുണ്ട്. അത് കേട്ട് അവൾക്ക് ആകെ സങ്കടമൊക്കെ വരാൻ തുടങ്ങും. അടുത്തത് വേവൻ്റെ എക്സാമാണ് കാണിക്കുന്നത്. അങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞ് അതിൽ സി സന്തോഷത്തോടെ ഹാവൂ ഈ പണ്ടാരം പിടിച്ച എക്സാം ഒന്ന് കഴിഞ്ഞ് കിട്ടി എന്നും പറഞ്ഞ് എല്ലാവരും സന്തോഷിക്കുകയാണ്. എന്നാൽ എറിക്സി മാത്രം ഡെസ്കിൽ തലയും വെച്ച് സങ്കടപ്പെട്ട് കിടക്കുകയാണ്. അത് കണ്ട് സി ഇവൾക്കിതെന്ത് പറ്റി, ഫുള്ള് മൂഡ് ഓഫ് ആണല്ലോ. അതിൽ എറിക്സി സങ്കടത്തോടെ എനിക്കിതിന് മറുപടി ഒന്നും തരാനുള്ള മൂഡില്ല. എന്താ പറ്റിയത് നിനക്ക്? എറിക്സി പറയും, ആലോചിച്ചിട്ട് തന്നെ പേടിയാകുന്നു, ഞാൻ ഇനിയും ഒരു വലിയ കടത്തിൽ മുങ്ങാൻ പോകുകയാണ്. അങ്ങനെ അവർ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു പയ്യൻ വന്ന് ഡെസ്കിൽ അടിച്ചിട്ട് പറയും, ആരും പോകരുത്, ഒരു ചെറിയ മീറ്റിംഗ് ഉണ്ട്. നിങ്ങളുടെ സമ്മർ ഇൻറ്റേൺഷിപ്പ് എന്ന് പറഞ്ഞു തുടങ്ങിയതും എറിക്സി ചാടി എണീറ്റിട്ട് ശരിയാ, എനിക്ക് ജെനിടെക്കിൽ ഇൻറ്റേൺഷിപ്പ് കിട്ടിയിട്ടുണ്ട്. അതിലൊരുത്തൻ ഓ നിനക്ക് കിട്ടിയോ, ഭയങ്കരീ, അവർ വലിയ എമൗണ്ട് ആണല്ലോ ഡെയിലി തന്നെ കൊടുക്കുന്നത്. അതിൽ അവൾ ഷോക്കായിക്കൊണ്ട് ആണോ, അവർ അത്രയ്ക്കൊക്കെ കൊടുക്കുന്നുണ്ടോ, വാവ്. എന്നിട്ട് അവൾ തുള്ളിച്ചാടിക്കൊണ്ട് വേവേനോട് ഞാൻ പണക്കാരിയായി എന്നും പറഞ്ഞ് വേവേനെ കെട്ടിപ്പിടിക്കും. ലിങ് നിൻ്റെ ഫോണൊന്ന് തരുമോ, ഞാൻ നെയ്ക്ക് മെസ്സേജ് അയച്ചിട്ട് ഇപ്പോൾ തരാം. അതിൽ ലിങ് അവൾക്ക് ഫോൺ കൊടുക്കും. എന്നാലും നെയ് എന്താ നിനക്കൊരു ഫോൺ പോലും വാങ്ങിച്ച് തരാത്തത്? നിനക്കൊരു ഫോൺ കിട്ടിയാൽ അവൻക്ക് എപ്പോഴും അതിലോട്ട് വിളിക്കാലോ. അവൻ അങ്ങനെ ഫോണൊന്നും വാങ്ങിച്ച് തരുന്ന ടൈപ്പല്ല. അവൻക്കറിയാം എനിക്കതൊന്നും ഇഷ്ടമാകില്ല എന്ന്. അതൊക്കെ ഭയങ്കര ഓവറാക്കലാണ്. അങ്ങനെ അവർ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വേവെ പുറത്ത് ചാടി നെയ്യിൻ്റെ അടുത്തോട്ട് ഓടി വരും. അവനൊരു ബെഞ്ചിലിരുന്ന് അവളെയും വെയിറ്റ് ചെയ്യാണ്. നീ ഒരുപാട് നേരമായോ എന്നെ വെയിറ്റ് ചെയ്യുന്നു? ഇല്ല, ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ. എക്സാം കഴിഞ്ഞ് ഞങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതാ ലേറ്റ് ആയത്. ഞാൻ ലിങ്ങിൻ്റെ ഫോണിൽ നിന്ന് നിനക്ക് മെസ്സേജ് അയച്ചിരുന്നല്ലോ. ഓ അതൊന്നും കുഴപ്പമില്ല, എന്നാൽ പോവല്ലേ, അവർ വെയിറ്റ് ചെയ്യുന്നുണ്ടാകും. അതിൽ അവൾ അത്ഭുതത്തോടെ ആരേ, നീ മറന്നോ? നീ എന്നോട് പറഞ്ഞിരുന്നല്ലോ എക്സാം കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ഡിന്നർ കഴിക്കാമെന്ന്. അങ്ങനെ അവർ ഒരുമിച്ച് റെസ്റ്റോറൻറ്റിൽ ഇരിക്കുകയാണ്. അതിൽ ആ ക്യാൻറ്റീനിൽ ഉണ്ടായിരുന്ന ആ ആൾ വന്നിട്ട് അവർക്ക് ഫുഡൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും. അതിൽ മെയ്ഹോ അവൻ്റെ കൈ പിടിച്ചിട്ട് ഇവനുണ്ടാക്കുന്ന എല്ലാ ഫുഡും ഒരു രക്ഷയുമില്ലാത്ത ടേസ്റ്റാണ്. നിങ്ങൾ ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് നോക്ക്, എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫ്രണ്ട്സിനെയും കൂട്ടി ഇങ്ങോട്ട് തന്നെ വരണം. എന്നിട്ട് മെയ്ഹോ എഴുന്നേറ്റിട്ട് അവനോട് സ്വകാര്യമായിട്ട് പറയും, എൻ്റെ റൂംമേറ്റ്സും അതിലൊരാളുടെ ഗേൾ ഫ്രണ്ടുമാണ് അവിടെ ഇരിക്കുന്നത്. നിൻ്റെ ഫുഡ് അവർക്കും ഇഷ്ടപ്പെട്ടാൽ അവർ അവരുടെ ഫ്രണ്ട്സിനെയും കൊണ്ടുവന്നോളും. അങ്ങനെ നിൻ്റെ ബിസിനസ് ഒന്നും കൂടെ മെച്ചപ്പെടും. അതിൽ അവന് പറയും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് കേട്ട് മേഹ അത്ഭുതത്തോടെ അതെന്താ, ഞാൻ ഇതിലെ വെറും ഒരു പണിക്കാരൻ മാത്രമാണ്, എനിക്കിപ്പോൾ തന്നെ ഓവർലോഡാണ്. ഓ ആണോ? എന്നിട്ട് അവൻ പറയും, നീ മാത്രം എന്നും പോരെ. ഓക്കെ, എന്നാൽ ഞാൻ ഇനി ആരെയും റെക്കമെൻഡ് ചെയ്യുന്നില്ല. അത് കേട്ടിട്ടും അവൻ ഗൗരവത്തോടെ ഉള്ളിലോട്ട് പോകും. അങ്ങനെ മെയ്ഹോ വീണ്ടും സീറ്റിലോട്ട് വന്നിരുന്ന് അതിൽ ബാക്കി ഫ്രണ്ട്സൊക്കെ പറയും, നീ പറഞ്ഞത് ശരിയാ, നല്ല ടേസ്റ്റ് ഉണ്ട്. എന്നാൽ മെയ്ഹോ വന്ന് കറിയിലൊക്കെ പീസ് തപ്പാണ്. ദ്രോഹികളെ, ഒരു പീസ് പോലും ബാക്കി വെച്ചില്ലല്ലോ, നിങ്ങളെന്താ വല്ല പന്നിക്കുട്ടികളുമാണോ? അതിൽ വേവെ അവനെ തട്ടിക്കൊണ്ട് പറയും, പേടിക്കേണ്ട, ഞാൻ നിനക്കുള്ളത് എടുത്തു വെച്ചിട്ടുണ്ട്. അത് കേട്ട് അവൻക്ക് സന്തോഷമായിട്ട് വേവെ ഉള്ളത് കൊണ്ട് മാത്രം എനിക്കിന്ന് കിട്ടി, ഇല്ലെങ്കിൽ എൻ്റെ അവസ്ഥ ഇന്ന് പരിതാപകരമായേനെ. വേവേ, ഈ മൊമെൻറ്റിലൊക്കെ എൻ്റെ അമ്മ കെയർ ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നുന്നു. അത് കേട്ട് നെയ്യൊക്കെ ചിരിക്കുകയാണ്. എന്നിട്ട് പറയും, സമാധാനത്തിൽ കഴിക്ക്, തൊണ്ടയിൽ കുടുങ്ങും. അതിൽ മെയ്ഹോ, കാര്യം എങ്ങനെയൊക്കെ ആയിക്കോട്ടെ, ഒരു ഗേൾ ഫ്രണ്ടിനെ കിട്ടിയപ്പോൾ നെയ്ക്ക് കുറച്ച് മനുഷ്യത്വമൊക്കെ വന്നിട്ടുണ്ട്, എന്നെ വരെ കെയർ ചെയ്യുന്നുണ്ട്. ഒരു അച്ഛൻ്റെയും കെയറാണെന്ന് വിചാരിച്ചേക്ക്. അത് കേട്ട് ബാക്കിയുള്ള ഫ്രണ്ട്സൊക്കെ ചിരിക്കും. വേവേക്കൊക്കെ ആകെ നാണം വന്ന് അവനെ നോക്കും. എന്നാൽ അവനൊരു കൂസലും ഇല്ലാതെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണേ. അതൊക്കെ കഴിഞ്ഞ് അവർ ചിയേഴ്സൊക്കെ പറഞ്ഞ് കുടിക്കും. അങ്ങനെ അവർ ചിരിച്ച് കളിച്ച് ഓരോന്ന് പറഞ്ഞ് കുടിക്കുന്നതൊക്കെ കണ്ട് വേവെ സന്തോഷത്തോടെ നോക്കി നിൽക്കുകയാണ്. അതിൽ ഒരുത്തൻ പറയും, വേവേ, എനിക്ക് നിന്നോട് ഒരു സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. ഇത് നെയ്യിൻ്റെ ഫസ്റ്റ് റൊമാൻറ്റിക് റിലേഷൻഷിപ്പാണ്. സോ അവൻക്ക് ഇതിലൊന്നും അത്ര എക്സ്പീരിയൻസ് ഇല്ല. അതുകൊണ്ട് നീ അവനോട് നല്ല കുട്ടിയായി നോക്കി കണ്ടു നിൽക്കണം, ഓക്കെ? അവൾ ഓക്കെ എന്ന് തലയാട്ടും. എന്നാൽ അവൾ ഓർക്കും, അന്ന് ബാസ്കറ്റ്ബോൾ ടൂർണമെൻറ്റിൻ്റെ അന്ന് നെയ് അവളെ കൈ പിടിച്ച് വലിക്കുന്നത്. എന്നിട്ട് അവൾ വിചാരിക്കും, ആ പിടുത്തം കണ്ടിട്ട് അവൻ ഇതിലൊക്കെ വെറും ശിശുവാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. മിസ്സിസ് നെയ്, ഞാൻ അന്ന് നിന്നോട് പറഞ്ഞില്ലേ ഒരു പെണ്ണ് ഞങ്ങളുടെ റൂമിലോട്ട് വിളിച്ചെന്ന്? ഞാൻ ആ പറഞ്ഞതൊക്കെ സത്യമായിരുന്നു. അവൾ വിളിച്ചിട്ട് ഫോണിലൂടെ അവളെ ഇഷ്ടം ഇവനോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവൾ ചിലപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. എന്നാലും എല്ലാവർക്കും അറിയാം അവൾ ശരിക്കും എന്തിനാ ട്രൈ ചെയ്യുന്നതെന്ന്. അവളെ പേര് എന്തോ ഒരു മെങ് എന്നൊക്കെ വെച്ചിട്ടാണ് എന്നൊക്കെ അവന് പറയും.
അവൾ ഇന്നലെയും വിളിച്ച് ഇവനോട് സംസാരിച്ചിരുന്നു. അതിൽ നെയ് അവനെ ഒന്ന് നോക്കി പേടിപ്പിക്കും. ഞാൻ കുടിച്ചതൊന്ന് ഓവറായി എന്നാ തോന്നുന്നത് എന്നും പറഞ്ഞ് ഫിറ്റായ പോലെ ആക്ട് ചെയ്യും. അത് കണ്ട് വേവയ്ക്ക് ദേഷ്യം വരും. ഒരു ഗോസിപ്പിന്റെ പകുതി പറഞ്ഞിട്ട് അവൻ മുങ്ങിയോ, അതിന്റെ ബാക്കി എങ്ങനെ ഇപ്പോൾ ഒന്ന് അറിയാം എന്നും വിചാരിക്കുന്നത് കണ്ട് നെയ്ക്ക് മനസ്സിലായി വേവന്റെ മനസ്സിൽ എന്താണെന്ന്. അതിൽ അവന് പറയും, അവൾക്ക് ആ പെർഫോമൻസിന്റെ ബാക്കി കാര്യം കൂടി ചോദിച്ചറിയണമായിരുന്നു, അതിനാണ് ഇന്നലെ വിളിച്ചത്. അതിൽ വേവയെ കുറച്ച് ക്യൂരിയസ് ആയിട്ട് ചോദിക്കും, എന്നിട്ടോ? അതിൽ അവൻ ഒറ്റ വാക്കിൽ മറുപടി പറയും, എന്നിട്ടൊന്നുമില്ല. അതിൽ വേവെ ചമ്മിപ്പോയി. അതിൻ്റെ ഡീറ്റെയിൽസ് അവൾക്ക് അറിയണം എന്നുണ്ട്, പക്ഷെ ചോദിക്കാൻ വയ്യല്ലോ. അത് കണ്ട് ഫ്രണ്ട് പറയും, മിസ്സിസ് നെയ്യിൻ്റെ കള്ളത്തരം നമുക്ക് ആർക്കും പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. അവൻ നമ്മളെ സംഭാഷണം തന്നെ ഒറ്റ സെൻറ്റൻസിൽ സ്റ്റോപ്പാക്കി തരും. അതിൽ അഭിനയിച്ച് കിടന്നുകൊണ്ടിരിക്കുന്ന മേഹയും എഴുന്നേറ്റ് പറയും, അതെ, നെയ് എപ്പോഴും അങ്ങനെ തന്നെയാണ്. അതിൽ വേവെ ചോദിക്കും, എന്നിട്ട് ഗൈസ് നിങ്ങൾ പറ, അങ്ങനെ ഒരു കോൾ വന്നപ്പോൾ നെയ് എന്താ പറഞ്ഞത്? നീ തന്നെ ഗസ് ചെയ്യേ, നിന്റെ എക്സ്പീരിയൻസ് വെച്ച് നെയ് എന്താകും പറഞ്ഞത്. അതിൽ അവൾ നെയ്നെ ഒന്ന് നോക്കിയിട്ട്, നെയ് പറഞ്ഞിട്ടുണ്ടാകാ നീ ആരാണ് എന്നാകും. അത് കേട്ട് നെയ് ചിരിക്കും. ആ കോമഡി കേട്ട് മേഹോൻ്റെ ഫുഡൊക്കെ താഴെ വീഴും. ഫ്രണ്ട്സൊക്കെ ആകെ ചമ്മിപ്പോയി. നെയ് അപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിയല്ലേ, അങ്ങനെ ഒരു കോൾ വന്നാൽ എല്ലാവരും പറയുന്നത് പോലെ തന്നെ നെയ്യും പറഞ്ഞിട്ടുണ്ടാകാ നീ ആരാണെന്നല്ലേ. അതൊക്കെ കഴിഞ്ഞ് അവർ ഓരോന്ന് കുടിച്ച് ഫിറ്റായിക്കൊണ്ട് സംസാരിക്കുന്നത് കേട്ട് വേവെ അന്തം വിട്ട് നിൽക്കുന്നത് കണ്ട് നെയ് അവളോട് പറയും, അവർ ഫിറ്റാണ്, നീ അവർ പറയുന്നതൊന്നും കാര്യമാക്കണ്ട. അവൾ യെസ് എന്ന് തലയാട്ടും. അതിൻ്റെ ഇടയിൽ ആ ക്യാൻറ്റീൻ പയ്യൻ ഒന്നുകൂടെ വരും. അതിൽ മെയ്ഹോ അവനോട് കുറച്ചുകൂടെ ഫുഡൊക്കെ ഓർഡർ ചെയ്യും. ഒന്നുകൂടെ സ്പൈസി ആക്കാൻ മറക്കണ്ടട്ടോ. സ്പൈസി വേണ്ട, നെയ്ക്ക് എരിവ് ഇഷ്ടമല്ലല്ലോ. അതിന് അവൻ എന്തിനാ തിന്നുന്നത്? അവൻ നമ്മളെ ട്രീറ്റ് ചെയ്യല്ലേ, അപ്പോൾ അവൻ നമ്മൾ കഴിക്കുന്നത് നോക്കിയിരുന്നാൽ മതി. അത് കേട്ട് വേവെ വിചാരിക്കും, നെയ്ക്ക് സ്പൈസി ഫുഡ് ഇഷ്ടമല്ലെന്നോ? നോ വേ, അന്ന് ആ മീൻതലൻ്റെ സ്പൈസി സൂപ്പ് ടേസ്റ്റോടു കൂടി കഴിക്കുന്നത് ഞാൻ കണ്ടതാണല്ലോ എന്നും വിചാരിച്ച് അവൾ നെയ്യിനോട് ചോദിക്കും, നിനക്ക്? അതിൽ അവൻ ഒറ്റയടിക്ക് പറയും, അതെ, എനിക്കിഷ്ടമല്ല. അതൊക്കെ കഴിഞ്ഞ് അവർ ഗെയിം കളിക്കണേ. വേവയാണെങ്കിൽ അവിടെ ഇരുന്ന് നെയ് കളിക്കുന്നതും വീക്ഷിച്ചിരിക്കുകയാണ്. അവനാണെങ്കിൽ ഫുൾ ബോളും പോക്കറ്റിലോട്ട് ഇടുന്നുണ്ട്. അത് കണ്ട് ദേഷ്യം പിടിച്ച് ഫ്രണ്ട് പറയും, നെയ്, നിനക്കിങ്ങനെ ഒറ്റയ്ക്ക് കളിച്ചിട്ട് ബോറടിക്കുന്നില്ലേ? ഒരവസരമെങ്കിലും എനിക്ക് താ, അല്ലെങ്കിൽ വേണ്ട. മിസ്സിസ് നെയ്നെ നോക്ക്, അവൾ എത്ര നേരമായി ഒരേ ഇരുത്തം ഇരിക്കുന്നു, ബോറടിച്ച് ചാകാറായിട്ടുണ്ടാകും. എന്നാൽ ഒരവസരം അവൾക്കെങ്കിലും കൊടുക്ക്. അത് കേട്ട് നെയ് അവളോട് വരാൻ പറയും. ഫ്രണ്ട് ചെല്ലാൻ പറഞ്ഞ് ആംഗ്യം കാട്ടും. അത് കണ്ട് പേടിച്ചിട്ട് വേണ്ട, എനിക്കിത് കളിക്കാൻ അറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് പൂൾ ഹാളിലോട്ട് തന്നെ വരുന്നത്, ഞാൻ പഠിപ്പിച്ചു തരാം, നീ വാ. അങ്ങനെ അവൾ മടിച്ചുകൊണ്ട് പോകും. അതിൽ നെയ് വേവയ്ക്ക് സ്റ്റിക്കൊക്കെ എടുത്തു കൊടുത്തിട്ട് അവൻ പറയും, കുനിഞ്ഞു നിൽക്ക്. അവൾ അങ്ങനെ കുനിഞ്ഞു നിൽക്കും. അതിൽ അവനും അവളെ മേൽ അങ്ങനെ നിന്ന് ഡയറക്ഷനൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നാൽ വേവയ്ക്ക് ആ നൃത്തം കൊണ്ട് ആകെ ഇല്ലാതാകും. അവളെ കാട്ടിക്കൂട്ടൽ കണ്ടിട്ട് നെയ്ക്ക് കാര്യം മനസ്സിലായി. അവൻ പറയും, നീ കളിയിലോട്ട് മാത്രം ഫോക്കസ് ചെയ്യേ. അങ്ങനെ അവരുടെ ആദ്യത്തെ കളി കളിക്കും. ആ ബോൾ നേരെ പോക്കറ്റിലോട്ട് വീഴും. അത് കണ്ട് വേവയ്ക്ക് സന്തോഷമാകും. അടുത്തത് ഞാൻ ഒറ്റയ്ക്ക് കളിച്ചോട്ടെ എന്നും പറഞ്ഞ് അവൾ കളിക്കുകയാണ്. അത് കണ്ട് ഫ്രണ്ട് പറയും, അവൾ സൂപ്പറാണ് കേട്ടോ, ഒറ്റ തവണ കാണിച്ചപ്പോഴേക്കും അവൾക്ക് കളിക്കാനൊക്കെ പറ്റുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് വേവേ നമുക്ക് പോയാലോ, കുറേ നേരമായി. എന്നിട്ട് നെയ് ഫ്രണ്ട്സിനോട് പറയും, വേവേക്ക് ഹോസ്റ്റലിൻ്റെ കർഫ്യൂ സ്റ്റാർട്ട് ചെയ്യാനായി, ഇനി നിങ്ങൾ കളിച്ചോ, ഞാൻ അവളെ കൊണ്ടാക്കിയിട്ട് വരാം. അങ്ങനെ അവർ പോവുകയാണ്. അങ്ങനെ അവർ അവളുടെ ഹോസ്റ്റലിൻ്റെ അടുത്തെത്തി. നെയ് പറയും, എന്നാൽ നീ പൊയ്ക്കോ, നാളെ കാണാം. പക്ഷെ അവൾ തിരിഞ്ഞു നിന്ന് അവനോട് ചോദിക്കും, ഒരു മിനിറ്റ്, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. നിനക്ക് സ്പൈസി ഫുഡ് ഇഷ്ടമല്ലല്ലേ? പിന്നെ എന്തിനാ നീ അന്ന് ഞങ്ങളുടെ കൂടെയുള്ള ആ ട്രീറ്റിൽ സ്പൈസി ഫുഡ് കഴിച്ചത്? അന്ന് ഓർഡർ ചെയ്തതെല്ലാം സ്പൈസി ആയിരുന്നല്ലോ, നിനക്ക് അപ്പോൾ തന്നെ പറയാമായിരുന്നില്ലേ? അത് കുഴപ്പമില്ല, അതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. അത് കേട്ട് അവൾക്ക് സന്തോഷമാകും. എന്നിട്ട് പറയും, ശരി, പക്ഷേ ഇനി ഒരിക്കലും നിനക്ക് ഇഷ്ടമല്ലാത്തത് മറച്ചു വെച്ച് എനിക്ക് വേണ്ടി അഡ്ജസ്റ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നീ എല്ലാം എന്നോട് തുറന്ന് പറയണം എന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവളെ ബാഗൊക്കെ അവൻ്റെ കയ്യിൽ നിന്നും വാങ്ങിക്കും. നീ ഒരുപാട് കാര്യങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, എനിക്ക് വേണ്ടി വാട്ടർ ഫില്ല് ചെയ്ത് തരുന്നുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്ന് തരുന്നുണ്ട്. അങ്ങനെ ഒന്നും നീ ഇനി ചെയ്യേണ്ട ആവശ്യമില്ല, അതൊന്നും നിനക്ക് സ്യൂട്ടാകില്ല. അത് കേട്ട അവൻ, വേവേ, ഞാൻ ആദ്യമായിട്ടാണ് ഒരു പെണ്ണിൻ്റെ കൂടെ ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിൽ. അതുകൊണ്ട് തന്നെ എനിക്കൊന്നും അറിയില്ല എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരും ചെയ്യുന്നതൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നത്. അത് കേട്ട് വേവയ്ക്ക് സന്തോഷമായി. അവരങ്ങനെ കണ്ണും നോക്കി നിൽക്കുകയാണ്. അതിൽ ഹോസ്റ്റലിൽ നിന്ന് പറയും, ഡോർ ഇപ്പോൾ ക്ലോസ് ചെയ്യും, വേഗം ഉള്ളിലോട്ട് വരാൻ. നെയ്, നീ ഫ്രീ ആകുമ്പോൾ ഗെയിമിൽ ഓൺലൈനിൽ വരുമോ? എനിക്കൊരു സാധനം തരാനുണ്ട്. അവൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് തലയാട്ടും. എന്നിട്ട് അവർ പരസ്പരം ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞു പോകും. അതിൽ അവൾ ഒന്നുകൂടെ തിരിഞ്ഞു നിന്നിട്ട് പറയും, ഞാൻ പോകാൻ കേട്ടോ. അങ്ങനെ അവൾ പോകും. അവൾ അങ്ങനെ പോകുന്നത് നെയ്യും നോക്കി നിൽക്കുകയാണ്. എന്നാൽ വേവേ റൂമിലെത്തിയതും അവൾ നേരെ ലാപ്പും ഓണാക്കി ഗെയിമിൽ ഓൺലൈൻ ആകും.
എന്നിട്ട് അവൾ ഗിഫ്റ്റ് കൊടുക്കാൻ വെച്ച ഹെയർ പിന്ന് നോക്കിയിട്ട് വിചാരിക്കും, ഇന്നലെ അല്ലേ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ളൂ, ഇന്നെന്നെ കൊടുക്കണോ എന്നൊരു സെക്കൻഡ് അവൾ ആലോചിക്കും. വേണ്ട, ഇന്നെന്നെ കൊടുക്കാം, എനിക്ക് ഇനിയും വെയിറ്റ് ചെയ്യാൻ വയ്യ. അങ്ങനെ അവൾ അവനും വരുന്നത് നോക്കി ഗെയിമിൽ അവരുടെ സ്ഥലത്ത് ആ ഹെയർ പിന്നും നോക്കി ചിരിച്ചുകൊണ്ട് വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് അവൻ വരും. അതിൽ ആ ഗിഫ്റ്റ് അവൻ്റെ നേരെ നീട്ടിയിട്ട്, ഇത് എൻ്റെ വക നിനക്കൊരു ഗിഫ്റ്റാണ്. അതിൽ അവന് സംശയത്തോടെ നോക്കും. ഞാൻ അന്ന് നിന്നോട് പറഞ്ഞിരുന്നില്ലേ എൻ്റെ ഡൗറി ഞാൻ ഉണ്ടാക്കിത്തരാമെന്ന്, അതാണ് ഇത്. അതിൽ അവൻ ചിരിച്ചുകൊണ്ട് അത് വാങ്ങിച്ച് അതും നോക്കി നിൽക്കുകയാണ്. ആക്ച്വലി അന്ന് ഞാൻ ഫെങ്ടൺ ടെക്കിൻ്റെ അടുത്ത് നിന്ന് ആ 5 മോൺസ്റ്റേഴ്സിൻ്റെ കൂടെ 2 റയർ മെറ്റീരിയൽസ് കൂടെ വാങ്ങിച്ചിരുന്നു. അതുകൊണ്ട് ഉണ്ടാക്കിയതാണിത്. നീ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഹെയർ പിന്നിന് പോയിന്റ് കുറവല്ലേ, അപ്പോൾ എനിക്ക് തോന്നിയതാ ഒരു ഹെയർ പിൻ ഉണ്ടാക്കി തരാമെന്ന്. ഞാനിതിന് എന്ത് പേരാണ് ഇടേണ്ടത്? ഹെയർ പിൻ ബൈ വേവേ എന്ന അർത്ഥം വരുന്ന എന്ത് രീതിയിലുള്ള പേരും ഇട്ടോ. അത് കേട്ട് അവൻ നോക്കി നിൽക്കുന്നത് കണ്ട്, നിനക്കിഷ്ടമായില്ലെങ്കിൽ വേണ്ടട്ടോ, നിനക്കിഷ്ടമുള്ള വേറെ ഏതേലും പേരിട്ടോ. അതിൽ നെയ് അവളെ നോക്കിയിട്ട് പറയും, എനിക്കിഷ്ടമായി. എന്നിട്ട് അവൻ അതിന് അങ്ങനെ ഒരു അർത്ഥം വരുന്ന പേരും ഇടും. എന്നാൽ ഞാൻ പോട്ടെ, ഉറക്കം വരുന്നു, നല്ല ക്ഷീണം. അങ്ങനെ വേവേ ഓഫ്ലൈനായി. നെയ് ആ എയർപിന്നും തലയിൽ വെച്ച് അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് അവൻ ബാൽക്കണിയിലോട്ട് പോയി മേപ്പോട്ട് നോക്കി അവളെയും ഓർത്ത് അങ്ങനെ നിൽക്കുന്നുണ്ട്. അതിൽ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കളിയൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ട്. അവർ സംസാരം കേട്ടിട്ട് നെയ് റൂമിലോട്ട് തന്നെ പോകും. അങ്ങനെ അവരെത്തി. അതിലൊരുത്തൻ പറയും, നെയ് നിൻ്റെ ഒക്കെ ഒരു ഭാഗ്യം, ഇത്രയും ബ്യൂട്ടിഫുൾ നൈറ്റിൽ ഒരു ബ്യൂട്ടിഫുൾ ഗേളിൻ്റെ ഒക്കെ കൂടെ നീ എന്താ പിന്നെ വരാഞ്ഞത്? എന്നാൽ അവൻ ചോദിക്കും, ചീട്ട് കളിക്കാനുണ്ടോ? അത് കേട്ട് അവർ ചോദിക്കും, ചീട്ടോ ഇപ്പോഴോ? നിനക്കെന്താ പെട്ടെന്നൊരാഗ്രഹം ചീട്ട് കളിക്കാനൊക്കെ? പ്രത്യേകിച്ചൊന്നുമില്ല. എന്നിട്ട് അവൻ ചിരിച്ചുകൊണ്ട് പറയും, ഇന്ന് ഞാൻ നല്ല മൂഡിലാ, അപ്പോൾ എനിക്ക് കളിക്കണമെന്ന് തോന്നി. അതിലൊരുത്തൻ പറയും, അത് നന്നായി, എങ്ങനെ ചീട്ട് കളിച്ച് ജയിക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, എൻ്റെ കളി കണ്ടു പഠിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് അവൻ ഓടിപ്പോയി ഡ്രോയറിൽ നിന്ന് ചീട്ടും എടുത്തുകൊണ്ട് വരും. അപ്പോഴേക്കും ബാക്കിയുള്ളവർ ടേബിളൊക്കെ ക്ലീനാക്കി റെഡിയാകുകയാണ്. അങ്ങനെ അവർ ചീട്ട് കളിക്കുകയാണ്. അതിൽ അവൻ ചാടി എഴുന്നേറ്റിട്ട് പറയും, ഞാൻ പറഞ്ഞില്ലേ ഞാൻ തന്നെയാണ് ജയിക്കലെന്ന്, ഇപ്പോൾ എന്തായി എന്നും പറഞ്ഞ് അവൻ ബാക്കിയുള്ളവരെ കളിയാക്കി അവൻ്റെ ചീട്ട് കാണിച്ചു കൊടുക്കുകയാണ്. അതിൽ നെയ് പറയും, അത്ര സന്തോഷിക്കാനൊക്കെ വരട്ടെ എന്നും പറഞ്ഞ് നെയ് അവൻ്റെ കാർഡും ടേബിളിൽ നിരത്തും. അതിൽ ബാക്കിയുള്ളവരൊക്കെ വാവ് എന്നും പറഞ്ഞ് നെയ്ക്ക് ഒരു ചിയേഴ്സൊക്കെ കൊടുക്കാൻ അവർ മറ്റവനെ കളിയാക്കുന്നുമുണ്ട്. എന്നാൽ അവൻക്ക് ഇതൊന്നും കണ്ട് സഹിക്കുന്നില്ല. അതിൽ അവൻ പറയും, ഒരു കളിയും കൂടെ കളിക്കാനുണ്ടോ, നേരം വൈകിട്ടൊന്നുമില്ലല്ലോ. അങ്ങനെ അവർ വീണ്ടും വീണ്ടും കളിക്കുകയാണ്. എന്നാൽ ഇവിടെ നെയ്യിൻ്റെ ബാച്ചിലെ കുട്ടികളുടെ ലാസ്റ്റ് ഡേ ആണ് ഈ ക്യാമ്പസിൽ. അവർ ഒരുമിച്ച് ഗാർഡനിൽ പാട്ടൊക്കെ പാടിയിരിക്കുന്നുണ്ട്. കുറേ പേര് പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ബൈ ഒക്കെ കൊടുത്തു പോകുന്നുണ്ട്. വേറെ 2 പേര് ഓടി വന്ന് അവരെ ഹോസ്റ്റലിനോടും ക്യാമ്പസിനോടും ഒക്കെ അലറിക്കൊണ്ട് ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് സെൻറ്റി അടിക്കുകയാണ്. അങ്ങനെ എല്ലാവരും സെൻറ്റി അടിച്ച് പോവുകയാണ്. വേറെ ചിലർക്ക് പോകുന്നതിൻ്റെ ഇടയിൽ മതിയാകാതെ വീണ്ടും തിരിഞ്ഞു നിന്ന് ക്യാമ്പസിനെയൊക്കെ ഒന്നുകൂടെ നോക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ഇവർ കളിച്ച് അവൻ വീണ്ടും വീണ്ടും തോറ്റ് ഒരുപാട് ബെറ്റ് വാരിക്കൂട്ടിയിട്ടുണ്ട്. എന്നിട്ട് അവന് ഭ്രാന്ത് പിടിച്ച് ടേബിളിൽ കിടന്നിട്ട് പറയും, ഞാനിനി ഇല്ല കളിക്കാൻ, എനിക്ക് ഇനിയും ബെറ്റ് വെച്ച് കളിക്കണ്ട എന്നും പറഞ്ഞ് കരയാണ്. അതിൽ നെയ് അവൻക്ക് നേരെ ഒരു ബുക്ക് നീട്ടിയിട്ട് പറയും, എഴുതിക്കോ. അതിൽ അവൻ ചിരിച്ചോണ്ട്, അതൊക്കെ നീ റിയലായിട്ട് പറഞ്ഞത് തന്നെയാണോ? അവൻ അതെ എന്ന് തലയാട്ടും. അതിൽ അവൻ ആകെ ഡെസ്പായിക്കൊണ്ട്, ഓക്കെ ശരി എന്നാൽ ഞാൻ എഴുതാം എന്നും പറഞ്ഞ് ബുക്കെടുത്ത് എഴുതാൻ തുടങ്ങും. ഞാൻ ഷാൻ, ഇന്ന് മുതൽ 800 ഫുഡ് നെയ്ക്ക് വാങ്ങിച്ചു കൊടുക്കണം. പിന്നെ നെയ് പറയുന്ന എല്ലാ ജോലിയും ചെയ്യും. സമ്മർ വെക്കേഷൻ എന്ന് എഴുതി നിർത്തിയിട്ട്, ഓ നമുക്ക് ഇനി അങ്ങനെ ഒന്നും ഇല്ലല്ലോ അല്ലേ, നമ്മളുടെ ഒക്കെ കോളേജ് കഴിഞ്ഞല്ലോ എന്നും പറഞ്ഞ് സങ്കടത്തോടെ അത് വെട്ടും. എന്നിട്ട് അവൻ ബാക്കി കൂടെ എഴുതി സൈൻ ചെയ്യും. എന്നിട്ട് ആ ബുക്ക് നെയ്ക്ക് എറിഞ്ഞു കൊടുത്തിട്ട് പറയും, ഇന്ന പിടിച്ചോ, ഇനി ഇതിൻ്റെ ഒരു കുറവ് വേണ്ട, തിന്ന് പണ്ടാരടങ്ങ്. മെയ്ഹോക്ക് ഇപ്പോഴും ആ സങ്കടം മാറിയിട്ടില്ല. ശരിയല്ലേ, നമുക്കിനി സമ്മർ വെക്കേഷൻ ഒന്നും ഉണ്ടാകൂല അല്ലേ? അത് കേട്ട് എല്ലാവർക്കും സങ്കടം വന്ന് കുടിക്കും. നെയ്ക്കും ഒക്കെ സങ്കടം വരും. അതിൽ മെയ്ഹോ എണീറ്റ് ബാൽക്കണിയിലോട്ട് പോകും. എന്നിട്ട് പുറത്തോട്ട് വിളിച്ച് പറയും, ഗുഡ് ബൈ ക്വിങ് യൂണിവേഴ്സിറ്റി. അതിൽ ബാക്കിയുള്ളവരൊക്കെ പിന്നാലെ വന്ന് അതുപോലെ ഗുഡ് ബൈ ക്വിങ് യൂണിവേഴ്സിറ്റി എന്ന് വിളിച്ച് പറയും. എന്നാൽ നെയ് വന്നിട്ട് പറയും, എനിക്കൊരു കുഴപ്പമില്ല, എൻ്റെ വീട് ക്യാമ്പസിൽ തന്നെയാണ്. അത് കേട്ട് അവർക്കൊക്കെ നെയ്യിനോട് അസൂയ തോന്നും. അങ്ങനെ അവരൊക്കെ പോയി നെയ് മാത്രം ബാൽക്കണിയിലാകും. അതിൽ അവനും അവിടെ വന്ന് നിന്നിട്ട് മെല്ലെ പറയും, ഗുഡ് ബൈ ക്വിങ് യൂണിവേഴ്സിറ്റി. അടുത്ത ദിവസം വേവയും സമ്മർ വെക്കേഷനിൽ വീട്ടിലോട്ട് പോകുകയാണ്. അവൾ ഒരു കാക്ടസ് ചെടിയൊക്കെ പിടിച്ചുകൊണ്ടാണ് വരുന്നത്. ലിങ്ങും എറിക്സും അവളെ ലഗേജും തൂക്കിക്കൊണ്ട് പിന്നാലെയും വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ വേവയെ ഒന്ന് തുമ്മും. അതിൽ ലിങ് ചോദിക്കും, നിനക്ക് ജലദോഷം പിടിച്ചോ, അതോ ആരെങ്കിലും നിന്നെ ഇപ്പോൾ ഓർക്കുന്നുണ്ടോ എന്നും പറഞ്ഞ് വേവേനെ കളിയാക്കിക്കൊണ്ട് വരികയാണ്.
പെട്ടെന്ന് വേവെ ജനലിലൂടെ താഴെ നെയ് കാറും കൊണ്ട് വന്ന് അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് കാണും. അത് കണ്ട് വേവയ്ക്ക് സങ്കടമാകും. അവൾക്ക് ഇനി നെയ്നെ 2 മാസത്തോളം കാണാൻ കഴിയില്ലല്ലോ. അതിൽ ലിങ് പറയും, ഇത് കോൾഡൊന്നുമല്ലട്ടോ, ഒരാൾ നിന്നെ മാത്രം ഓർത്ത് അവിടെ നിൽക്കുന്നുണ്ട്. ഓ വേവേ, അവനെപ്പോലെ ഒരാളെ ബോയ് ഫ്രണ്ടായി കിട്ടിയത് നിൻ്റെ ഒക്കെ ഒരു ഭാഗ്യം. അവൻ്റെ പാരൻസ് പ്രൊഫസേഴ്സ് ആയതുകൊണ്ട് തന്നെ ഈ ഹോസ്റ്റലിൻ്റെ ഡോറ് വരെ അവൻക്ക് കാറും കൊണ്ട് വരാം. എറിക്സി, നമ്മളൊക്കെ ഈ ലഗേജും ഏറ്റി കോളേജ് ഗേറ്റ് വരെ താങ്ങി പിടിച്ച് പോകണല്ലോ. അവനൊരു മൾട്ടി ഫങ്ഷണൽ ബോയ് ഫ്രണ്ടാണ് കേട്ടോ. അതിൽ എറിക്സി ചോദിക്കും, വേവേ നീ ഇത്ര നേരത്തെ തന്നെ പോകുന്നതിൽ അവൻക്ക് എന്തെങ്കിലും സങ്കടമുണ്ടോ? അതിൽ വേവേ കുറച്ച് സങ്കടത്തോടെ, എനിക്കറിയില്ല, ഇല്ലായിരിക്കും. അങ്ങനെ അവർ താഴെ എത്തി. നെയ് ഡിക്കൊക്കെ തുറന്ന് വേവേൻ്റെ ലഗേജ് കയറ്റാണ്. വേവെ അവനെ നോക്കി ചിരിക്കാൻ നോക്കുന്നുണ്ട്. അവൻ മൈൻഡ് പോലും ചെയ്യാതെ നിൽക്കാണ്. അത് കണ്ട അവള് ഇനി നെയ്ക്കെങ്ങാനും ശരിക്കും സങ്കടമുണ്ടോ എന്നൊക്കെ ആലോചിച്ച് നിൽക്കുമ്പോൾ അവൾ പെട്ടെന്ന് ഒന്നുകൂടെ ശബ്ദത്തിൽ തുങ്ങും. ആ സൗണ്ട് കേട്ടിട്ട് നെയ് ഒന്ന് നോക്കും. അതിൽ അവൾ ചമ്മിക്കൊണ്ട് വേഗം എറിക്സിനോടും ലിങ്ങിനോടൊക്കെ യാത്ര പറയും. അവർ പരസ്പരം ഹഗ് ചെയ്ത് നെക്സ്റ്റ് സെമസ്റ്ററിൽ കാണാട്ടോ എന്നൊക്കെ പറഞ്ഞ് ബൈ ഒക്കെ കൊടുത്ത് അവർ പോകും. എന്നിട്ട് വേവെ നെയ്നെ ഒന്ന് നോക്കും. അവൻ അവളെ നോക്കി ചിരിക്കാതെ പോകും. അങ്ങനെ അവർ കാറിൽ കയറി പോകും. കാറിലും അവൻ ഒന്നും സംസാരിക്കുന്നില്ല. വേവെ അവനെ തന്നെ നോക്കി നിൽക്കാണ്. അതിൽ നെയ് പെട്ടെന്ന് ചോദിക്കും, നീ മെഡിസിൻ എടുത്തോ? അതിൽ അവൾ ഞെട്ടിക്കൊണ്ട്, എന്ത് മെഡിസിൻ? എന്നിട്ട് അവൾ ഒന്നുകൂടെ അച്ചുവാക്കും. ഓ കോൾഡിൻ്റെ മെഡിസിനോ? ഇല്ല, അത് കുഴപ്പമില്ല, ചെറുതായിട്ടേ ഉള്ളൂ, വേഗം മാറിക്കോളും. എന്നാൽ അവനെ മെഡിസിൻ എടുത്തു കൊടുത്തിട്ട് ഇത് പിടിക്ക് എന്നും പറഞ്ഞ് അവൾക്ക് കൊടുക്കും. നെയ് ഭയങ്കര ഗൗരവത്തിലാണ്. അവളെ ഒന്ന് നോക്കുന്നു പോലുമില്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വേവെ ആ കാക്ടസ് ചെടി എടുത്തിട്ട് പറയും, ഇത് നിനക്ക് വേണ്ടിയാ. അവൻ അതിലോട്ടൊന്ന് നോക്കിയിട്ട് ചോദിക്കും, നിന്റെ പുതിയ സ്ത്രീധനമാണോ? ഇത് എൻ്റെ കാക്ടസ് ആണേ. ഇത് ഞാൻ ട്രെയിനിലൊക്കെ കയറി വീട്ടിലോട്ട് എത്തുമ്പോഴേക്കും ഇത് കേടുവരാൻ ചാൻസ് ഉണ്ട്. എനിക്കിതിനെ കെയർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് നീ എനിക്ക് വേണ്ടി ഇതിനെ ഒന്ന് നോക്കണം. അതിൽ അവൻ ഗൗരവത്തോടെ, എന്നിട്ട് ഞാനത് കാണുമ്പോൾ നിന്നെയും ഓർത്ത് മിസ് ചെയ്ത് സങ്കടപ്പെടണോ? അത് കേട്ട് അവൾ പറയും, ഞാൻ ഇത്ര നേരത്തെ പോകുന്നതിലുള്ള ടെൻഷനാണോ? ഞാനിത് കുറേ മുമ്പ് തന്നെ ഓഫറിൽ എടുത്തു വെച്ച ടിക്കറ്റാണ്. അന്ന് എനിക്ക് നിന്നെ അറിയും കൂടെ ഇല്ല. എനിക്കറിയില്ലായിരുന്നല്ലോ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നും പറഞ്ഞ് അവൾ പരിഭവം പറയാണ്. അത് കേട്ടിട്ടും അവനൊന്നും മിണ്ടാതെ മുഖവും കയറ്റി പിടിച്ച് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞാൻ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തിട്ട് വരാം എന്നും പറഞ്ഞ് നെയ് പോകാനിരിക്കുമ്പോൾ വേവെ പറയും, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. അത് കേട്ട് അവൻ ഒന്നും മിണ്ടാതെ ടിക്കറ്റ് എടുക്കാൻ പോകാണ്. അതിൽ വേവെ ലഗേജും വലിച്ചുകൊണ്ട് അവൻ്റെ പിന്നാലെ വരുന്നത് കണ്ടിട്ട് അവൻ ദേഷ്യം പിടിച്ചിട്ട് പറയും, ആ ലഗേജിന് നല്ല വെയിറ്റ് ഉണ്ട്, നീ കുറച്ച് നേരം അത് അവിടെ വെച്ച് ഒന്ന് ഇരുന്ന് തരുമോ? എന്നിട്ട് അവൻ കണ്ണുകൊണ്ട് ഓർഡറും ഇടും. അതിൽ അവൾ ചമ്മിക്കൊണ്ട് യെസ് എന്ന് തലയാട്ടും. എന്നിട്ട് അവൻ പോകും. അതിൽ അവൾ സങ്കടമായിക്കൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. അതോടുകൂടി ലവ് O2O എപ്പിസോഡ് 15 ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.